നീ ബുധനാഴ്ച ഒരു രാവിലെ വീട്ടിൽ വന്നു. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി MLA കാണാൻ പോവാം. ഞാൻ പറഞ്ഞ MLA കെട്ടി ചാടും. പിന്നെയാണ് അത് കുഴപ്പമില്ലടാ. ആ പൈസ കൊടുക്കേണ്ടി വരും പിന്നല്ലാണ്ട്. ഓക്കെ ഓക്കെ ശരി 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 ഓക്കെടാ. ഈ റൂമൊന്ന് തുറന്നു നോക്കണല്ലോ. മിസ്റ്റർ ജോർജ്, അറിയാലോ പ്രതിപക്ഷം എന്നെ നിർത്തി പൊരിക്കുക. അവർ പറയുന്ന കേട്ടാ തോന്നും കഴിഞ്ഞ ഫ്ലഡ് ഞാനായിട്ട് ഉണ്ടാക്കി തന്ന. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്ന റിപ്പോർട്ടായിരിക്കും എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. എന്നെ കുഴപ്പത്തിലാക്കരുത്. എനിക്കറിയാം സാറ് വെറുതെ കാലാവസ്ഥ ഓഫീസ് കാണാൻ വന്നൊന്നുമല്ല. സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഓക്കെ, താങ്ക് യു ജോർജ്. താങ്ക് യു. അതെ ജോർജ് സാറേ, നമ്മുടെ മന്ത്രിയെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ മാധ്യമങ്ങൾ പറയുന്നതെന്ന് അറിയാവോ? കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ, മന്ത്രിയെ കുറിച്ചുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ എന്താവും സ്ഥിതി? ഇയാള് ചെല്ല്. എന്തായി? വീട്ടിൽ പോയതന്നെ ആടൗട്ട് മാറി ആണല്ലോ, സമാധാനായി. നീ ഇനി ആരും കാണാതെ ആ മെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങും. എന്നിട്ട് അപ്പോഴും വന്നതുപോലെ ആ കോളിംഗ് ബെല്ലടിച്ച് ഒരു ആക്ടിങ്. ആളില് അച്ഛനും അമ്മയും പിന്നെ മറ്റേ തോലിനും പിന്നെ അളിയാ മറ്റവനെ കണ്ടുപിടിക്കണ്ടേ? ആരാ? ഇല്ല, ക്യാമറ കണ്ടവനെ. നീ കണ്ടുപിടിച്ചോണ്ടിരി. എടാ രവി, ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ പണിയാവേ. ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാതിരിക്കരുത്. ആ അവൻ കണ്ടുപിടിക്കാൻ നടക്കണം. ഇവിടെ നല്ല കള്ളിന്റെ മണമുണ്ടല്ലോ. അബി, ഇവൻ ഈ ഒരു വിചാരം മാത്രമല്ലോ? ഒന്ന് മണപ്പിച്ചോക്കടി. പിന്നെ എനിക്കതല്ലേ പണി. അളിയനെങ്ങനെ അടിക്കൂ? ആ, വല്ലപ്പോഴും. അപ്പൊ അതാണ് ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. രവി അളിയോ, ഞാൻ പിടിച്ചോളാം. ആരെയാണ് കാണാതായിരിക്കുന്നത്? സാർ, എൻ്റെ മകൻ ജോൺ. അവനെ ഇന്നലെ മുതൽ കാണാനില്ല. മോന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? എൻ്റെ ഫോണിലുണ്ട് സാർ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡെലിവറിക്ക് പോയ അവൻ തിരിച്ചു വന്നിട്ടില്ല. ഡെലിവറി അങ്ങോട്ടാ പോയത്? സാർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ. ഇതാ. പ്രതാപൻ, എടുക്കുന്നില്ല അല്ലേ സാറേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ പുള്ളിയുടെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത്. ഉത്തരവാദിത്തം വേണ്ടേ സാറേ? സാറേ, ഇപ്പൊ തന്നെ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ. പഠിപ്പിക്കാൻ മതി. എൻ്റെ അടുത്ത് മാത്രം എന്തിനാ സാറേ ഇങ്ങനെ ചൂടാകുന്നത്? ആ ബാലനോട് കൂടെ ചോദിക്കണം. സാർ, ബാലങ്ങ് വാ. എടോ, രവി എവിടെ പോയി കിടക്കുക? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രവി എവിടെ പോയി? എൻ്റെ അടുത്താണോ ചോദിക്കുന്നത്? എനിക്കറിയില്ല സാർ. താനൊന്ന് വിളിച്ചു നോക്കി. തൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. വിളിക്കേ. ഫോൺ ഇതായിരിക്കുന്നു. ചാർജ് ഇല്ലേ? കുറവാണ് സാർ. ഫുൾ ചാർജാണ് സാർ. വിളിച്ചു നോക്കടോ. എന്താ കൈ വറക്കുന്നത്? വെള്ളം അടിക്കാത്തോണ്ടായിരിക്കും. സ്പീക്കർ ഫോണിലിടും. സ്പീക്കറില്ല സാർ. റിങ് ചെയ്യുന്നുണ്ടല്ലോ. അതാ കുഴപ്പം. എടുത്തില്ല സാർ. ഒന്നുകൂടെ വിളിക്കേ. വിളിക്കേ. വേണ്ട, ഇനി വിളിക്കണ്ട. താങ്ക് യു സാർ. വിളിക്കുന്നു. രവി ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത്. എടുക്ക്. ബാങ്കിൽ നിന്നാണ് സാർ. എന്റെ ബാങ്ക്.
സ്റ്റാഫിനൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടതാ എനിക്ക് പറ്റിയ തെറ്റ്. പ്രേമന്റെ ഡ്യൂട്ടി പ്രേമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പറാണ് കിട്ടാനുള്ളത് കേട്ടോ. ഞാൻ മെമ്മോ തയ്യാറാക്കി വെക്കാം. ചെല്ല് രണ്ടുപേരും.